എടി ബാഗൊക്കെ എടുത്തോ, നമ്മളിപ്പോൾ ട്രിപ്പ് പോവാ. ബാഗോ? ഞാൻ റെഡിയാ, പക്ഷെ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കും അറിയില്ല. ഡെസ്റ്റിനേഷൻ ഒന്നും അറിയില്ല, പക്ഷെ ട്രിപ്പ് അടിപൊളിയാവണം. ഡെസ്റ്റിനേഷൻ പിന്നെ നോക്കാം, ഇന്നത്തെ ദിവസം ചരിത്രമാക്കാം. ഹായ് ഗൈസ്, വീഡിയോ അടിപൊളിയല്ലേ? സത്യം പറഞ്ഞ ആരും പെൺകുട്ടി എനിക്ക് അറിയത്തോലുമില്ല, കംപ്ലീറ്റ്ലി AI. സോ ഇതുപോലെ നിങ്ങൾക്കും ആരുടെ ആണെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് പോയി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആക്കാനായിട്ടായാലും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആക്കാനായാലും ഫേസ്ബുക്കിൽ അപ്ലോഡ് ആക്കാനായാലും ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള AI വീഡിയോസ് ഒരു മിസ്റ്റേക്കും കൂടാതെ തന്നെ മേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ വീഡിയോ ഉണ്ടാവും വിചാരിക്കും കുറേയധികം പണിയുണ്ടെന്ന്. ബട്ട് നോ പണി മീൻസ് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യുവർ വീഡിയോ. നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ളിൽ വീഡിയോ തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. ബട്ട് നമുക്കിനി താകപ്പാടെ വേണ്ടത് വെറും 3 സംഭവമാണ്. ഒന്നാമത്തെ കാര്യം 2 അവതാർ വേണം. അതായത് നിങ്ങളിപ്പോൾ ആരെ വീഡിയോസാണ് ക്രിയേറ്റ് ആക്കാൻ പോകുന്നത് അവരുടെ അവതാർ വേണം. എക്സാമ്പിൾ ആയിട്ട് മോട്ടു 10 ആണെങ്കിൽ ഒരെണ്ണം മോട്ടുണ്ടത് വേണം, ഒരെണ്ണം 10 വേണം. മനസ്സിലായല്ലോ? സോ അങ്ങനെ 2 വീഡിയോ 2 പിക്ക് വേണം. അതിനാൽ മാത്രമേ വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റുള്ളൂ. ദെൻ ഇതിനായിട്ട് ഒരു പ്രോംപ്റ്റ് ആവശ്യമാണ്. അതായത് ഇപ്പൊ മോട്ടു 10 സംസാരിക്കുമ്പോൾ അടുത്തത് 10 മോട്ടുണ്ട് സംസാരിക്കണം. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോംപ്റ്റ് വേണം. ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ദെൻ വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ 10 വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ക്രിയേറ്റ് ആക്കാനായിട്ട് പോകുന്നത് ഗൂഗിൾ ആപ്സ് യൂസ് ചെയ്താണ്. നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആക്കാനും മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഞാനിവിടെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ChatGPT ആണ്. അതിനുശേഷം നമുക്ക് പിങ്ങളൊക്കെ ക്രിയേറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് ഗൂഗിൾ ആപ്സിൽ പോയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ChatGPT വേണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഐഡിയ വേണം, നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. സോ ഞാൻ ഓൾറെഡി ഒരു ഐഡിയകളൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഗേളും ഒരു ബോയും ആണ്. അതായത് 2 AI ആണ്. അവർ സ്കൂളിലേക്ക് പോകുന്ന അതായത് സ്കൂൾ ട്രിപ്പ് പോകുന്ന ഒരു സന്ദർഭമാണ് ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. ഞാൻ കംപ്ലീറ്റ്ലി കാണിച്ചു തരാം. സോ ഇവിടെ ഫസ്റ്റ് പ്രോംപ്റ്റ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഒരു ഗേളിന്റെ പ്രോംപ്റ്റ് കാണാൻ പറ്റും. ഒരു സ്വാഭാവിക മലയാളി യുവതിയെ സൃഷ്ടിക്കുക, ഏകദേശം 20-22 വയസ്സ്, സിമ്പിൾ മോഡേൺ ലുക്ക്, റിയൽ ക്യാമറ, ഫോട്ടോ പോലെ, നാച്ചുറൽ ഫേസ് ആൻഡ് സ്കിൻ ടെക്സ്ചർ, AI എഫക്റ്റ് ഒന്നും വേണ്ട. അതായത് റിയലിസ്റ്റിക് എഫക്റ്റ് ആക്കണം, മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ആക്കിയ പ്രോംപ്റ്റ്. ഇത് ഞാൻ നേരെ ഒന്ന് കോപ്പി ചെയ്യാണ്. നിങ്ങൾക്ക് ആരെ പിക്ക് വേണം അത് നിങ്ങൾ നേരെ ടൈപ്പ് കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് പിക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ChatGPT എടുത്തിട്ടുണ്ട്. ദെൻ ഞാനിത് കോപ്പി ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് സെൻഡ് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, സെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സംഭവം നമുക്ക് ക്രിയേറ്റ് ആക്കി കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ നെറ്റ് എത്രമാത്രം സ്പീഡാണോ അത്രയും മാത്രം പെട്ടെന്ന് കിട്ടും. ദെൻ ഇത് ക്രിയേറ്റ് ആക്കി ഉടനെ തന്നെ നമ്മുടെ നേരെ അടുത്ത പ്രോംപ്റ്റ് എടുക്കാം. അടുത്ത പ്രോംപ്റ്റ് നമ്മൾ നേരെ കോപ്പി ചെയ്യുക. ദെൻ ഇത് ക്രിയേറ്റ് ചെയ്ത ഉടനെ നമുക്ക് അടുത്തത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ പ്രോംപ്റ്റ് എല്ലാം പക്കയായിരിക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് ആണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഇത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആക്കുമ്പോഴത്തേക്ക് പ്രോംപ്റ്റിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടത്. പ്രോംപ്റ്റ് എത്രമാത്രം അടിപൊളിയാണ് അത്രമാത്രമേ നമുക്ക് എന്താണ് വീഡിയോസ് അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് വരുന്ന കമന്റ് ആണ്, ബ്രോ ഫേസ് ഒക്കെ ചേഞ്ച് ആയി പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ പ്രോംപ്റ്റ് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ്. സോ ഗൈസ്, നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ക റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സംഭവം. ഓക്കെ, ഇതൊന്നും എനിക്കറിയില്ല, ബട്ട് ദിസ് ഈസ് AI. യെസ് ഗൈസ്, സോ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി ബോയ് ആവശ്യമുണ്ട്. സോ ഗേളിനെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫീമെയിൽ ഇൻഫ്ലുവൻസർ, അത് ഫീമെയിൽ അവതാരണം കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് മെയിൽ അവതാറാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൽ അവതാരണം കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതും സെറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൈസ്, അങ്ങനെ നമുക്ക് രണ്ടാമത്തെ പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്, പക്ക റിയലിസ്റ്റിക് ആണ്. നമ്മൾ കൊടുത്ത ഒരു പ്രോംപ്റ്റ് നിങ്ങൾ കണ്ട ഒരു സ്വാഭാവിക മലയാളി യുവാവിനെ സൃഷ്ടിക്കുക, 20-22 വയസ്സ്, സിമ്പിൾ മോഡേൺ ലുക്ക്, റിയൽ ക്യാമറ, ഫോട്ടോ പോലെ, നാച്ചുറൽ ഫേസ് ആൻഡ് സ്കിൻ ടെക്സ്ചർ, AI എഫക്റ്റ് ഒന്നും വേണ്ട. ദ പവർ ഓഫ് AI ഗൈസ്, ഇത്ര മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് ഫോട്ടോ ഒന്ന് എടുക്കുക, സേവ് കൊടുക്കുക, ദെൻ നമ്മളെ ബോയ് ഫോട്ടോ എടുക്കുക, ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോംപ്റ്റ് നോക്കാം. അടുത്ത പ്രോംപ്റ്റ് കണ്ട, ഇത് വീഡിയോ പ്രോംപ്റ്റ് ആണ്. ആദ്യത്തെ ചിത്രത്തിലുള്ളത് AI പെൺകുട്ടി ഇൻഫ്ലുവൻസർ ആണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് ഞാനാണ്. അതായത് ആര് ഫോട്ടോ മീൻസ് ഓക്കെ ഫോട്ടോ ആര് ബോയ് ഫോട്ടോ.
ഞങ്ങൾക്ക് 10 സെക്കൻഡ് വീതമുള്ള 2 പ്രോംപ്റ്റ് വേണം. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് സ്കൂൾ ട്രിപ്പിന് പോകുന്ന രീതിയായിരിക്കണം. സംഭാഷണം ക്രേസി ഫണ്ണി ആയ മലയാളം ഡയലോഗ് ആയിരിക്കണം. എല്ലാം ഒറിജിനൽ ആയിരിക്കണം. കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് കൊടുത്താണ്, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മാത്രം മതി. ഞാൻ നേരെ ഒന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇനി പുതിയൊരു സാധനം ക്രിയേറ്റ് ആക്കരുത്. നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ പോവുക. ദെൻ ഈ സംഭവം കൊടുക്കുക. നമുക്ക് ഓൾറെഡി ChatGPT ഇത് മെമ്മറിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് തരുന്നതായിരിക്കും. നമ്മളത് കോപ്പി മാത്രം ചെയ്താൽ മതി. ഓക്കെ, രണ്ട് വീഡിയോ വേണം, 10 സെക്കൻഡ് വെച്ചുള്ള. ജസ്റ്റ് സെൻഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ChatGPT എല്ലാം നമുക്ക് തരുന്നതായിരിക്കും. ഇത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേസ്. ഓക്കെ, ഇവിടെ കാണാം. അതാ കണ്ട, ഇതെല്ലാം അടിപൊളി നമുക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഫസ്റ്റ് ഗേള് പറയുന്നുണ്ട്, സെക്കൻഡ് ബോയ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഗേളും ബോയ് ആക്കാൻ പറ്റുന്നതായിരിക്കും. വേറെ സീനൊന്നുമില്ല, ബട്ട് കുഴപ്പമില്ല. നമുക്ക് രണ്ടിങ്ങനെ ക്രിയേറ്റ് ആക്കി നോക്കാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം, അത്ര മാത്രമേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇമേജ് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇവിടെ ഫസ്റ്റ് വരുന്നത് ഗേൾ ഇമേജും സെക്കൻഡ് വരുന്നത് ബോയ് ഇമേജും ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ബോയ് കൊടുത്തിട്ട് സെക്കൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോയുടെ സ്ഥാനത്ത് ഗേൾ ആയിരിക്കും സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇനി നേരെ നമ്മൾ ക്രോം എടുക്കുക. ദെൻ ഗൂഗിൾ ലാബ്സ് സെർച്ച് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ കയറി പോവുക. ഓക്കെ, ഫസ്റ്റ് കാണാൻ പറ്റും ഗൂഗിൾ ലാബ്സ് നേരിട്ട് ഫസ്റ്റ് കാണാൻ പറ്റും. labs.google. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് 50 ക്ലിച്ചസ് കിട്ടുന്നതായിരിക്കും. ഓഗസ്റ്റ് 30 വരെ ആയിരിക്കും ഇതിൻ്റെ ഓഫർ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ അകത്തേക്ക് കയറുക. ദെൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി നിങ്ങൾ ഫോളോ ചെയ്യുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ദെൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ 2 പിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെ കാണാം പ്ലസ് ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ഇമേജിലോട്ട് പോവാം. ദെൻ ഇവിടെ അപ്ലോഡ് മീഡിയ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ കൊടുത്തത് ആദ്യം ഗേളും പിന്നെ സെക്കൻഡ് ബോയും ആണ്. ജസ്റ്റ് രണ്ടും ഒന്ന് ഇറക്കി പ്രസ് ചെയ്യുക. ഓക്കെ, 1 2 ദെൻ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് രണ്ടും അപ്ലോഡ് ആവുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കും. മേ ബി ഒരു 2 മിനിറ്റ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ നെറ്റ് എത്രമാത്രം സ്പീഡാണ് അത്രയും മാത്രം ഫാസ്റ്റ് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ പ്രോംപ്റ്റുകളൊക്കെ വിശദമായിട്ട് നോക്കാം. ഗൈസ്, കറക്റ്റായിട്ട് നിങ്ങളെല്ലാം നോക്കുക. സോ ഇതാണ് ഫസ്റ്റ് പ്രോംപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ബോയ് ആണ് ഗേൾ ആണെന്ന് കറക്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങൾ ഏതാണ് കൊടുത്തത് ആ പ്രോംപ്റ്റ് അനുസരിച്ച് കൊടുക്കുക. ദെൻ സെൻഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് വീഡിയോ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വീഡിയോ തന്നെ കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇമേജ് ആണെങ്കിൽ മാറ്റി വീഡിയോ ആക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമുക്ക് 100% ആകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അഥവാ എന്തെങ്കിലുമൊക്കെ ഫേസ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഞാൻ ക്രിയേറ്റ് ആക്കി നോക്കാം. ഓക്കെ, ജസ്റ്റ് പഠിക്കാനായിട്ടല്ലേ, ജസ്റ്റ് ക്രിയേറ്റ് ആക്കി നോക്കാം. നിങ്ങളോട് നല്ല ടൂളൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പിക്ക് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 10 സെക്കൻഡുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ദെൻ ഈ വീഡിയോ നമുക്ക് ജോയിന്റ് ആക്കിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. എന്നിട്ട് നമുക്ക് അടുത്ത 10 സെക്കൻഡ് വീഡിയോ തയ്യാറാക്കാം. കാണാൻ വരെ 30% ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ വന്നതിന് ശേഷം അടുത്ത് കാണിച്ചു തരാം. സത്യം പറഞ്ഞ സാധനം നമ്മൾ ഉദ്ദേശിച്ചക്കാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ സ്കൂൾ ട്രിപ്പിൽ പഠിക്കാൻ വന്നോ അതോ ടീച്ചർമാരെ വിളിച്ചിട്ട് അടിപൊളി കാണിക്കാനാണോ? സോ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ലിപ്പ് പോകുന്ന സംഭവം എല്ലാം കണ്ടല്ലോ. കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ഫസ്റ്റ് തന്നെ കൊള്ളാം. കറക്റ്റ് ഫേസും ചേഞ്ച് ആക്കിയിട്ടില്ല. മേ ബി നല്ലൊരു ഇതാണെങ്കിൽ സെക്കൻഡും അവർ ചേഞ്ച് ആക്കാതെ നമുക്ക് അടിപൊളി കിട്ടുന്നതായിരിക്കും. ദെൻ നമുക്ക് അടുത്ത പ്രോംപ്റ്റ് എടുക്കാം. സെക്കൻഡ് പ്രോംപ്റ്റ് ആണിത്. നേരെ കോപ്പി ചെയ്യാം. ദെൻ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒരു പിക്ചർ കൊടുക്കുക. രണ്ടാമത്തത് ബോയ് ആണ് സംസാരിക്കുന്നത്, കാണാൻ പറ്റും. ദ ബോയ് സേസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ പിക്ചർ കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗേളിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് അടുത്തതായിട്ട് വീണ്ടും നമ്മുടെ ബോയിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടാമത്തതാണ്, ഇത് ഫസ്റ്റത്തത്, സെക്കൻഡത്തത്. നമുക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എഡിറ്റിംഗ് ഉള്ളല്ലേ, ക്യാപ് കട്ട് ആണെങ്കിൽ ക്യാപ് കട്ട്, ഇൻഷോട്ട് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മിനിറ്റ് വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് എല്ലാത്തിനും ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈക്ക് കൊടുക്കുന്നത് മറക്കണ്ട. ഓക്കെ, സോ നമ്മൾ ഇനിയും യൂസ്ഫുൾ ആയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളൊരു മാസ്റ്റർ ക്ലാസ് തയ്യാറാക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് സപ്പോർട്ടുകളൊക്കെ വേണം. ഗൈസ്, ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ്, ദെൻ ഇത് സെക്കൻഡ്. സോ ഞാൻ രണ്ടാമത് വീഡിയോ ക്രിയേറ്റ് ആക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഉടുപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. ദെൻ ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കാൻ പറഞ്ഞിട്ട് ചേഞ്ച് ആക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണിച്ചു തരാം. ഫസ്റ്റ് വീഡിയോ ഇതാണ്. ഈ സ്കൂൾ ട്രിപ്പിൽ പഠിക്കാൻ വന്നോ ടീച്ചർമാരെ കുറിച്ചിട്ട് അടിപൊളി പഠിക്കുന്നതാണോ? സോ ഇത് ഫസ്റ്റ് ആ ഒരു പയ്യൻ ചിരിക്കുന്നതാണ്. ദെൻ സെക്കൻഡ് വീഡിയോ കാണിച്ചു തരാം. സീറ്റൊക്കെ ചേഞ്ച് ഉണ്ട്.
ഞാൻ ട്രിപ്പിന് വന്നതല്ലേ, വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് എസ്കേപ്പ് പ്ലാൻ ആണ്. സംഭവം കിട്ടിയിട്ടുണ്ട്, കൊള്ളാം. ബട്ട് ദ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാട്ടർ മാർക്കില്ല, നോ ഒരു എന്താണ് സബ് ടൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് കളയാം, വിഷയമല്ല. സംഭവം ഇത്രേ ഉള്ളൂ. നൈസായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇറുക്കി പിടിക്കുക, ദെൻ 3 ഡോട്ട് വിളിക്കുക, ദെൻ ഡൗൺലോഡ് പ്രൊജക്റ്റ് കൊടുക്കുക. ഇതും അതുപോലെ തന്നെയാണ്. ഒന്ന് ഇറക്കി കൊടുക്കുക, ദെൻ ഡൗൺലോഡ് അഗെയിൻ. അന്ന് കൊടുത്താൽ വീഡിയോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇത്ര മാത്രമുള്ള സംഭവം. ഇനി നിങ്ങൾ ഏത് ട്യൂണാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് ക്യാപ്കട്ട് ആണെങ്കിൽ ക്യാപ്കട്ട് എടുക്കുക, ദെൻ ഈ 2 വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക, എഫക്റ്റോ എന്തെങ്കിലും ചേഞ്ച് ആക്കുക, ദെൻ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആണോ യൂട്യൂബ് ആണോ അങ്ങനെ വെച്ചാൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 16:9 റേഷ്യോ വേണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ദെൻ 9:16 റേഷ്യോ ആക്കുക. നിങ്ങൾക്ക് ഷോർട്സ് രൂപത്തിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത്ര മാത്രമുള്ള കേസ്. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രോംപ്റ്റ് അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഞാൻ അടിച്ചപ്പോൾ പ്രോംപ്റ്റ് തെറ്റിപ്പോയതല്ല. ഇവിടെ അടിച്ചപ്പോൾ കറക്റ്റ് ബ്ലാക്ക് വന്നു. സെക്കൻഡ് അടിച്ചപ്പോഴത്തേക്ക് ഒരു ഷർട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഷർട്ട് ചേഞ്ച് ആക്കണ്ട, ബ്ലാക്ക് തന്നെ മതി, ടീഷർട്ട് മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായി തന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വെച്ചോ അല്ല ഏതെങ്കിലും കാർഡോൺ വെച്ചോ അവതർ വെച്ചോ എന്താ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് ഒരു AI ടൂൾ ഒന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്നെനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഡൗട്ട്സ് കമൻറ്റ് ചോദിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ക്ലിയറായി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് ടൈപ്പ് വീഡിയോ വേണം, അതുപോലെ എല്ലാ സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അതുപോലെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട പോവാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. ആൻഡ് നമുക്ക് ഇതിൽ അടുത്തൊരു വീഡിയോ കാണാം. സീ യു ഫ്രണ്ട്സ്.